ഹായ് വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ്. നമ്മുടെ മൊഡ്യൂൾ 7 ആയിട്ടുള്ള അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQs ആണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഷസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അനാഡ്രോമസ് ഫിഷ്? അനാഡ്രോമസ് ഫിഷിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അനാഡ്രോമസ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആറ്റിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആന ഇറങ്ങുന്നത് എവിടെയാണ്? ആറ്റിലാണ്. അപ്പം എങ്ങോട്ടേക്കാണ് ഇറങ്ങുന്നത്? ഫ്രഷ് വാട്ടറിലേക്കാണ്. അപ്പൊ സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഫസ്റ്റ് വൺ എന്താണ്? ആംഗ്യൂല അല്ലെങ്കിൽ ഈൽ. അവരെന്താ ചെയ്യുന്നത്? അവര് ഫ്രഷ് വാട്ടറിൽ നിന്ന് സീയിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പൊ ആംഗ്യൂല വരില്ല. അടുത്തത് നോക്കിയേ, ഹിൽസ. ഹിൽസ എങ്ങനെയാണ്? സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്കാണ് മൈഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ ഹിൽസയാണ് ആൻസർ. അടുത്ത ക്യാറ്റ് ഫിഷ് എന്താണ്? അത് ഫ്രഷ് വാട്ടറിൽ നിന്ന് സീയിലേക്ക് പോകുന്നു. തിലാപ്പിയയോ? തിലാപ്പിയോ അങ്ങനെയാണല്ലേ, ഫ്രഷ് വാട്ടർ ഫിഷ് ആണല്ലേ. അപ്പൊ അത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഹിൽസയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആൻസർ ബി ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൈഗ്രേഷൻ ഓഫ് ഫിഷസ് ഫ്രം ഫ്രഷ് വാട്ടർ ടു ഫ്രഷ് വാട്ടർ ടു സീ ഫോർ ബ്രീഡിങ്. അപ്പം ഫ്രഷ് വാട്ടറിൽ നിന്ന് സീയിലേക്ക് പോകുന്നത് നമ്മൾ എന്ത് പറയും? കടലിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ കാറ്റാഡ്രോമസ് മൈഗ്രേഷൻ. അനാഡ്രോമസ് എന്താണ്? ഫ്രം സീ ടു ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അനാഡ്രോമസ്. പൊട്ടാമോഡ്രോമസ് എന്താണ്? വിത്തിൻ ദ ഫ്രഷ് വാട്ടർ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോയാൽ പൊട്ടാമോഡ്രോമസ്. ഇനി ഓഷ്യാനോഡ്രോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ സീ. ഓക്കെ, സീ വാട്ടറിൽ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്ക് പോകുന്നെങ്കിൽ അതിനെയാണ് ഓഷ്യാനോഡ്രോമസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? ഫ്രഷ് വാട്ടർ ടു സീ ആണ്, ഫോർ ബ്രീഡിംഗ് ആണ്. സോ ആരാണ് വരുന്നത്? കെറ്റാഡ്രോമസ് മൈഗ്രേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സൂസാന്തല്ലെ മെയിൻലി ബിലോങ് ടു വിച്ച് ഗ്രൂപ്പ്? ഈ സൂസാന്തല്ലെ നമ്മൾ പഠിച്ചത് എവിടെയാണ്? കോറൽ റീഫ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലെ, സൂസാന്തല്ലെ. അപ്പൊ സൂസാന്തല്ലെ ഏത് ഗ്രൂപ്പിൽ വരും എന്നാണ് ചോദിച്ചത്. ഡയറ്റംസ്, സൈനോബാക്ടീരിയ, ഡയനോഫ്ലജല്ലേറ്റ്സ്, ഗ്രീൻ ആൽഗെ. അപ്പൊ സൂസാന്തല്ലെ വരുന്നത് ഡയനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രെസ്സസ് ക്യാൻ ട്രിഗർ കോറൽ ബ്ലീച്ചിങ്? അപ്പൊ കോറൽ ബ്ലീച്ചിങ്ങിന് കാരണമായ ഒരു സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ അതിന് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് ഇൻക്രീസ് ടെമ്പറേച്ചർ. നമുക്കറിയാലേ, ഇൻക്രീസ് ടെമ്പറേച്ചർ ഒരു ട്രിഗർ ആണ്. ദെൻ ബി എന്താണ്? ഇൻക്രീസ് UV റേഡിയേഷൻ. UV റേഡിയേഷനും ഒരു ട്രിഗർ ആണ്. ദെൻ സി പൊല്യൂഷൻ. പൊല്യൂഷനും എന്ത് ചെയ്യാം? കോറൽ ബ്ലീച്ചിങ്ങിന് കാരണമാകാം. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? സീ ഗ്രാസസ് ഡിഫർ ഫ്രം സീ വീഡ്സ് ബിക്കോസ് സീ ഗ്രാസസ് എന്താണ്? അവർക്ക് ലാക്ക് റൂട്ട്സ് ആണോ? അല്ല, അവർക്ക് പ്രോപ്പർ റൂട്ട്സ് ഉണ്ട്. ദെൻ ആർ ആൽഗെ. സീ ഗ്രാസസ് ആൽഗെ ആണോ? അല്ല, സീ വീഡ്സ് ആണ് ആൽഗെ വരുന്നത്. ദെൻ ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെ, അവർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. സീ ഗ്രാസസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഗ്രോ ഓൺലി ഇൻ ഡീപ് സീ. സീ ഗ്രാസസ് ഡീപ് സീയിലാണോ ഉണ്ടാകുന്നത്? അല്ല, ഷാലോ വാട്ടേഴ്സിലാണ് കാണുന്നത്. സോ ഓപ്ഷൻ ഡി റോങ് ആണ്. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? സീ ഗ്രാസസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈൽ ഗ്രാസ്. അപ്പൊ ഈൽ ഗ്രാസ് ഈസ് സയന്റിഫിക്കലി നോൺ as. അപ്പൊ ഇവിടെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചത്. ഈൽ ഗ്രാസിന്റെ സയന്റിഫിക് നെയിം എന്താണ്? സൂസ്റ്റെറ മറൈന. ഏതാണ്? സൂസ്റ്റെറ മറൈന. നെക്സ്റ്റ്, വിച്ച് എസ്റ്ററി ടൈപ്പ് ഈസ് ഫോംഡ് ഡ്യൂ ടു ഗ്ലേഷ്യൽ ആക്ടിവിറ്റി? അപ്പൊ നമ്മൾ ഇത് എക്സ്റ്ററീസിന്റെ ടൈപ്പിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഗ്ലേഷ്യൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന എസ്റ്ററി ഏതാണ്? ഫിയോഡ് എസ്റ്ററി ആണ് അല്ലെ, ഫിയോഡ് എസ്റ്ററി. ബാർബിൾറ്റ് എസ്റ്ററി എങ്ങനെ ഉണ്ടാകുന്നത്? സാൻഡ് ബാർസ് ആണ് എന്ത് ചെയ്യുന്നത്? സാൻഡ് ബാർസ് ഫോം ചെയ്തിട്ട് ഒരു സീ വാട്ടറിന്റെ ഒരു പോർഷൻ എൻക്ലോസ്ഡ് ആയി പോകുന്നു. ദാറ്റ് ഈസ് ബാർബിൾറ്റ് എസ്റ്ററി. ഇനി ഡ്രൗണ്ട് റിവർ വാലി എന്താണ്? എക്സിസ്റ്റിംഗ് റിവർ വാലിയിൽ സീ വാട്ടർ ഫ്ലഡിങ് ചെയ്തുണ്ടാവുന്ന എസ്റ്ററിയാണ് ഡ്രൗണ്ട് റിവർ വാലി എസ്റ്ററി. ടെക്ടോണിക് എങ്ങനെയാണ്? ടെക്ടോണിക് മൂവ്മെന്റ്സ് ലൈക്ക് എന്താണ് എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഡിപ്രഷൻസിൽ പിന്നീട് സീ വാട്ടർ ഫ്ലഡ് ചെയ്തുണ്ടാവുന്ന എസ്റ്ററിയാണ് ടെക്ടോണിക് എസ്റ്ററി. അപ്പൊ ഇവിടെ ഗ്ലേഷ്യൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന എസ്റ്ററി ഏതാണ്? ഫിയോഡ് എസ്റ്ററിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം ഡോമിനേറ്റ് ദ ലിംനറ്റിക് സോൺ? ഇപ്പൊ നമ്മള് ലേക്കിന്റെ സോൺസ് പഠിച്ചായിരുന്നു അല്ലെ? ലിറ്റോറൽ സോൺ, ലിംനറ്റിക് സോൺ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മള് ലിറ്റോറൽ സോൺ കഴിഞ്ഞിട്ട്, അതായത് ഓപ്പൺ വാട്ടേഴ്സിനെയാണ് നമ്മൾ ലിംനറ്റിക് സോൺ എന്ന് പറഞ്ഞത്. അപ്പൊ ലിംനറ്റിക് സോണിൽ വരാൻ ചാൻസ് ഉള്ള ഓർഗാനിസം, അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആണ് അവിടെ കാണുന്നത്? മാക്രോഫൈറ്റ്സ് ആണോ? അല്ല. മാക്രോഫൈറ്റ്സ് കാണുന്നത് ലിറ്റോറൽ സോണിലാണ്. ബെന്തോസ് ആണോ? അല്ല. ബെന്തോസ് കാണുന്നത് എവിടെയാണ്? ബെന്തിക് സോൺ, ബെന്തിക് സോണിലാണ് കാണുന്നത് അല്ലെ? സി എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് സൂപ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് സൂപ്ലാങ്ക്ടൺ ആണ് എവിടെ കാണുന്നത്? ലിംനറ്റിക് സോണിൽ കാണുന്നത് അല്ലെ? പിന്നെ ഫ്രീ സ്വിമ്മിങ് ഫിഷസും കാണാറുണ്ട്. ദെൻ ഡി, ഡെട്രിറ്റിവോർസ്. ഡെട്രിറ്റിവോർസ് എവിടെ കാണും? ബെന്തോസിലായിരിക്കും കാണുന്നത്. അപ്പൊ ഇവിടെ ഓർഗാനിസം ഡോമിനേറ്റ് ദ ലിംനറ്റിക് സോൺ ഏതാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് സൂപ്ലാങ്ക്ടൺ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മാർഷസ് ആർ പ്രൈമർലി ക്യാരക്ടറൈസ്ഡ് ബൈ. അപ്പൊ മാർഷസിനെ, അതായത് മാർഷസും സ്വാംസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ മാർഷസിൽ കാണുന്ന മെയിൻ വെജിറ്റേഷൻ ഏതാണ്? വുഡി വെജിറ്റേഷൻ ആണോ? അല്ല. വുഡി വെജിറ്റേഷൻ കാണുന്നത് എവിടെയാണ്? സ്വാംസിലാണ്. മോസസ് ഒള്ളി ആണോ? അല്ല. ഹെർബേഷ്യസ് പ്ലാന്റ്സ് ലൈക് ഗ്രാസ് ആൻഡ് റീഡ്സ്, അതല്ലേ? ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ് മാർഷിൽ ഡോമിനേറ്റ് ചെയ്ത് കാണുന്ന വെജിറ്റേഷൻ. മാംഗ്രൂവ് ട്രീസ് അല്ല. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്? മാർഷസ് ആർ പ്രൈമർലി ക്യാരക്ടറൈസ്ഡ് ബൈ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസസ് ആൻഡ് റീഡ്സ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് 10th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡ്യൂറിങ് സമ്മർ സ്ട്രാറ്റിഫിക്കേഷൻ ദ തെർമോക്ലൈൻ സെപ്പറേറ്റ്. അപ്പൊ നമ്മൾ സമ്മർ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് ലേക്ക് പഠിച്ചായിരുന്നു. അതിൽ എന്തൊക്കെയാണ് വന്നത്? ഒരു എപ്പിലിംനിയോൺ, ദെൻ ഒരു തെർമോക്ലൈൻ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് വാട്ടർ അല്ലെ? അത് കഴിഞ്ഞിട്ട് ഹൈപ്പോലിംനിയോൺ. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ തെർമോക്ലൈൻ എന്താണ്? ഒരു സഡൻ ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുന്ന, അല്ലെങ്കിൽ സഡൻ ഓക്സിജൻ ഡ്രോപ്പ് വരുന്ന ഒരു ലെയർ ആണ് ബിറ്റ്വീൻ എപ്പിലിംനിയോൺ ആൻഡ് ഹൈപ്പോലിംനിയോൺ അല്ലെ? ലിറ്റോറൽ ആൻഡ് ബെന്തിക് സോൺ ആണോ? അല്ല. ലിംനറ്റിക് ആൻഡ് ലിറ്റോറൽ സോൺ ആണോ? അല്ല. ഈ സ്ട്രാറ്റിഫിക്കേഷൻ കാണിക്കുന്നത് ഏതൊക്കെയാണ്? എപ്പിലിംനിയോൺ, തെർമോക്ലൈൻ ആൻഡ് ഹൈപ്പോലിംനിയോൺ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQs ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് PYQs ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സെൻസോമിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യുക. സെൻസോമിന്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൻസോമിന്റെ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.